ചാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദിട്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ചെയ്തവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. ശ്രീമന് നാരായണീയത്തിൽ 64-ാമത്തെ ദശകം ഗോവിന്ദനായിട്ട് അഭിഷേകം ചെയ്തു എന്നുള്ള കഥ പറഞ്ഞതിന് ശേഷം 6-ാമത്തെ ശ്ലോകത്തിൽ വരുണനിൽ നിന്ന് മോചിപ്പിച്ച കഥ തുടങ്ങി വെച്ചു. എന്താണ്? ചെറിയൊരു കഥയാണ്, വലിയ കഥയൊന്നുമല്ല. ആ സമയത്ത് വളരെ നേരത്തെ 2:30 മണി എന്നൊക്കെ പറയുന്ന സമയമൊക്കെ നേരത്തെ ആ രാത്രി കുളിക്കാൻ പോയി. ആര്? നന്ദഗോപര്, ഭഗവാന്റെ അച്ഛൻ. ആ സമയത്ത് വരുണഭൃത്യന്മാർ അദ്ദേഹത്തെ വരുണലോകത്തേക്ക് കൊണ്ടുപോയി. അതാണ് ആ സമയത്ത് കുളിക്കരുത്. ആ സമയത്ത് വെള്ളത്തിലിറങ്ങിയാൽ ജലദേവതകളുണ്ടാവും. സമയത്ത് ക്ഷേത്രത്തിൽ കൂടെ നടന്ന ഭൂതഗണങ്ങളുണ്ടാവും. ഭദ്രകാളി ശിവക്ഷേത്രമൊക്കെ അണച്ചാൽ രാത്രി കടക്കുകയും ചെയ്യരുത് മതിലകത്ത് നിന്നാണ് പണ്ട് വരെ. രാത്രിയൊന്നും സമീപത്ത് കൂടെ പോലും പോവാൻ ചിലർ ധൈര്യപ്പെട്ടിരുന്നില്ല. അച്ഛനെ കാണാതായപ്പോൾ സസംഭ്രമം തേന ജലാതിപേന, ഉപജാതിയാണ് വൃത്തം. സസംഭ്രമം തേന ജലാതിപേന പ്രഭൂചിതത്വം പ്രതിഗൃഹ്യതാതം ഉപാഗതത്തൽക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. ത്വം സസംഭ്രമം തേന ജലാതിപേന പൂജിത. ഭഗവാൻ ഗോപന്മാരോട് ചിലരോടൊക്കെ കൂടി ചേർന്നിട്ടാണ് വരുണലോകത്തേക്ക് അന്വേഷിക്കാൻ പോയത്. മിക്കവാറും അവിടെ ആയിരിക്കും എന്ന് ഭഗവാൻ അറിയാം. വേറെ എവിടേക്കും പോകാൻ വഴിയില്ല. കുളിക്കാൻ പോവുക പറഞ്ഞാൽ എവിടേക്കാണ് പോവുക? വരുണം കൊണ്ടുപോകും, വേറെ ആരും കൊണ്ടുപോകാൻ വഴിയില്ലല്ലോ. അതുകൊണ്ട് വരുണലോകത്തിലേക്ക് പോയി. ഭഗവാനെ കണ്ടപ്പോൾ വരുണന് പരിഭ്രമായില്ലോ. സസംഭ്രമം തേന ജലാധിപേന, ജലാധിപൻ വരുണൻ. ജലാധിപനായിരിക്കുന്ന വരുണനാൽ സംഭ്രമത്തോട് കൂടിയിട്ട് പൂജിച്ചു. കൃഷ്ണ, അങ്ങൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഗ്യം എന്നല്ലാണ്ട് ഞാൻ എന്താ പറയുക. അറിഞ്ഞിട്ടില്ല വരുണനെ. വരുണൻ്റെ ഭൃത്യന്മാരാണ് പണി പറ്റിച്ചത്. വരുണൻ ഇത് വിഷയങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. കൃഷ്ണൻ എന്താ ഇപ്പം എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകുക എന്നല്ലാണ്ട് ഭഗവാൻ അങ്ങോട്ട് വരലുണ്ടോ? അതുകൊണ്ട് അത്ഭുതമായി. കൃഷ്ണനൊക്കെ എൻ്റെ കൊട്ടാരത്തിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും മീതെ എനിക്ക് എന്താണ് ജന്മസാഫല്യം വേണ്ടത്? എൻ്റെ ജന്മം സഫലമായില്ലേ കൃഷ്ണ? പ്രഭൂചിത താതം പറയണ അച്ഛനെ, വരുണൻ ബഹുമാനം നൽകിയ അച്ഛനെ സ്വീകരിച്ച് എന്നിട്ട് എന്ത് കൊടുത്തു? വിഷയം പറഞ്ഞു. അല്ല, അതവിടെ നിൽക്കട്ടെ, എൻ്റെ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പോൾ വരുണൻ മനസ്സിലാക്കി ഭഗവാന്റെ അച്ഛനാണ് തലേ ദിവസം തൻ്റെ ഭൃത്യന്മാർ കൊണ്ടുവന്നത്. അപ്പോൾ പേടിയായി. ഭഗവാന്റെ അച്ഛനെ പിടിച്ചുകൊണ്ടുവരാൻ പാടുമോ? അപ്പം ഇനി ഭഗവാൻ കോപിക്കുമോ എന്നങ്ങനെ വിചാരിച്ചിട്ടാണ് സസംഭ്രമം. ആ അച്ഛനെ ഭഗവാന്റെ കാക്കൽ വെച്ച് നമസ്കരിച്ചു. കൃഷ്ണ ക്ഷമിക്കണ, ആളെ അറിയാണ്ട് ചെയ്തതാണ്, ക്ഷമിക്കണേ. പൂജിത താതം, അച്ഛനെ കൊടുത്തു. ഇതാ അങ്ങയുടെ അച്ഛനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഭൃത്യന്മാരറിയാതെ കൊണ്ടുവന്നതാണേ എന്ന് പറഞ്ഞിട്ടാണ് സമർപ്പിക്കുകയാണ്. പ്രഭൂചിത താതം പ്രതിഗൃഹ്യ, ആ അച്ഛനെ സ്വീകരിച്ചിട്ട് തക്ഷണം ആത്മഗേഹമുപാഗത, തൻ്റെ ഗോകുലത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. പിതാ തച്ചരിതം നിജേഭ്യ അവദത്, നന്ദനാവട്ടെ അവിടെ കൂടിയ ഗോപന്മാരോടൊക്കെ വരുണലോകത്തെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. വരുണലോകം എന്ന് പറഞ്ഞാൽ കാണേണ്ട ലോകമാണല്ലോ. അവിടുത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് ഈ നന്ദഗോപര് എല്ലാവരും കേക്കച്ചിലെ ഒരു വിവരണം, എന്താ അവിടുത്തേക്ക് കഥ നിശ്ചയമുണ്ടോ, കാണേണ്ട മട്ടാണ് എന്നും പറഞ്ഞ് വരുണലോകത്തെ അത്ഭുതങ്ങളെക്കുറിച്ച് നന്ദഗോപര് വിവരണം നടത്തി. ഉപാഗത തക്ഷണം ആത്മഗേഹം പിതാ അവദത്, പിതാ അവദത്, അവദത് എന്നാണ് ക്രിയ, പറഞ്ഞു.
എന്തേ പറഞ്ഞ്? തച്ചരിതം, ആ കഥ. ഏത് കഥ? വരുണനെ കണ്ട കഥ, വരുണലോകത്തിൻ്റെ കഥ. പിതാ തച്ചരിതം നിജേഭ്യ അവദത്, തൻ്റെ ആൾക്കാരോട് പറഞ്ഞു. സസംഭ്രമം തേന ജലാധിപേന പ്രഭൂജിതസ്തം പ്രതിഗൃഹ്യതാതം, ഭരണം കൊടുത്ത അച്ഛനെ സ്വീകരിച്ചിട്ട് ഉപാഗത തക്ഷണമാത്മഗേഹം, തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ആ ചരിതം അച്ഛൻ എല്ലാവരോടും പറഞ്ഞ് കേൾപ്പിച്ചു. പിതാ തച്ചരിതം നിജേഭ്യ അവദത്, പിതാ അവദത് തച്ചരിതം നിജേഭ്യ. ഇത് കേട്ടപ്പോൾ ഗോപന്മാർക്കൊരാഗ്രഹം. ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ വിഷ്ണോ പരമം പദന്തൽ ദുരാപമന്യേത്തമതീതൃശസ്താൻ. അല്ലയോ ഭഗവാനെ, വിഷ്ണു സംബോധന. ശ്രീഹരേ, ഈ ഗോപന്മാർ വരുണനെ കൂടി വിറപ്പിച്ചു ഭഗവാൻ. അപ്പോൾ മനസ്സിലാക്കി ഇത് ഹരി തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് തങ്ങൾക്ക് കളിക്കാൻ കൂട്ടുകാരനായിട്ട് വന്നത്. എന്തൊരു ഭാഗ്യമാണത്! അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ പ്രജോഗസാം. എൻ മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. പൂർണ്ണവും ബ്രഹ്മവും സനാതനായിരിക്കുന്ന കൃഷ്ണനെ, ഈശ്വരനെ കളിക്കാൻ കിട്ടുക ആർക്കെങ്കിലും തരായിട്ടുണ്ടോ ലോകത്തിലിത്? ഗോപന്മാർക്ക് മാത്രമേ തരായിട്ടുള്ളൂ. അങ്ങനെ അവരിങ്ങനെ വിചാരിച്ചു. ഹരിം വിനിശ്ചിത്യ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ. അപ്പോൾ അവർക്കൊക്കെ ഒരു മോഹം, കൃഷ്ണ ആ വൈകുണ്ഠലോകം അത് ഞങ്ങൾക്കൊന്ന് കാണണമെന്നൊരാഗ്രഹം. വൈകുണ്ഠം 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 എന്നിങ്ങനെ കേൾക്കണ്ടായി പലരും പറഞ്ഞിട്ടേ. അത് ഒന്ന് കാണാൻ പറ്റുമോ? എന്താ അപ്പം ഇതൊക്കെ കൃഷ്ണനോട് ചോദിക്കണമെന്ന് ചോദിച്ചാൽ, വരുണലോകം അച്ഛന് കാണിച്ചു കൊടുത്തില്ലേ? വരുണലോകം അച്ഛന് കാണിച്ചു കൊടുത്തിട്ടില്ലേ? ഇതെല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചാൽ അതും പറ്റും, വൈകുണ്ഠം കാണിച്ചു തരാനും പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഈ സംശയമൊന്നും ഇനിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വൈകുണ്ഠം ഒന്ന് കണ്ടാൽ വിരോധമില്ല. ബദ്ധതൃഷ്ണാൻ നിരീക്ഷ്യ, കാണണ്ടേ പറ്റൂ. കാണണം എന്നാണ് തോന്നിയാൽ പിന്നെ കാണണമല്ലോ. അത് കണ്ടിട്ട് ആ പദം പരം പദം തത് ദുരാപം അന്യേത്തം അതീതശസ്താൻ. വൈകുണ്ഠമൊക്കെ കാണാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അവിടേക്കൊക്കെ എത്തണച്ചാൽ അത്രയധികം മനസ്സ് കുണ്ഠത ഇല്ലാത്തതാവണം. വൈകുണ്ഠം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വിഗത കുണ്ഠത എത്ര തത്ര വൈകുണ്ഠം എന്നാണ്. കുണ്ഠത എന്ന് പറഞ്ഞാൽ മൗഢ്യം, അജ്ഞാനം, മായ, പ്രപഞ്ചസ്നേഹ ബന്ധങ്ങൾ, വസ്തുക്കളോടുള്ള ബന്ധം, വ്യക്തികളോടുള്ള ബന്ധം, ഇതൊക്കെയാണ് ഈ കുണ്ഠത. ഇതുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ് മനുഷ്യൻ. ഇതിനോടൊക്കെ നമുക്ക് തൃഷ്ണ. എൻ്റെ വീട്, എൻ്റെ സാധനങ്ങൾ, ഞാൻ സുഖിക്കാൻ വാങ്ങി വെച്ച വസ്തുക്കൾ, ഞാൻ സമ്പാദിച്ച പൈസ, എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, ഇങ്ങനെ എത്ര കുണ്ഠതകളാണ് നമ്മുടെ മനസ്സിന്. ഇതൊക്കെ കുണ്ഠത എന്നാണ് പറയുക. ആ കുണ്ഠതയുള്ളവർക്കുണ്ടോ ഈശ്വരനെ കാണാൻ? മനസ്സിൻ്റെ മറകൾക്ക് കാണാൻ സാധിക്കാത്തതാണ്. ആ പദം അതാണ് അവിടെ ദുരാപം എന്ന് പറഞ്ഞ ഒറ്റ വാക്ക്. ദുരാപം, ആർക്കും അത്ര വേഗം എത്താൻ കഴിയാത്ത വൈകുണ്ഠത്തെ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. എല്ലാവരും കണ്ണടച്ചോളിൻ. കണ്ണടച്ചു. കുറച്ചങ്ങനെ കഴിഞ്ഞു. എല്ലാവരും കണ്ണ് തുറന്നോളിൻ. കണ്ണ് തുറന്നു. ഇപ്പം എന്താ കാണുന്നത് ചോദിച്ചു. വൈകുണ്ഠം കാണുന്നു കൃഷ്ണ. ശംഖചക്ര ഗദാപത്മാദികൾ ധരിച്ച് 8 കൈകളോട് കൂടിയിട്ടുള്ള വിഷ്ണു, മഹാലക്ഷ്മി, ഭൂമിദേവി. എന്തൊരത്ഭുതമാണ്! മോക്ഷം കിട്ടിയിട്ടുള്ള അനവധി 4 കൈയുള്ള ആളുകൾ, 4 കൈയുള്ള ആളുകൾ, നീലമേഘ നിറമുള്ളവർ, മഞ്ഞപ്പട്ടെടുത്തവർ, വിഷ്ണുവിന് സമാനമായിട്ടുള്ള സാലോക്യമുക്തി നേടിയിട്ടുള്ള അനവധി പാർഷദന്മാർ, അനവധി തോട്ടങ്ങൾ, മതിൽക്കെട്ടുകൾ ഒക്കെ ദേവി ഭാഗവതത്തിലും മണിദ്വീപത്തിനെ എങ്ങനെ വർണ്ണിക്കുക? കേൾക്കേണ്ട മട്ടന്നെ വർണ്ണനാട്ടോ, മണിക്കൂർ കൊണ്ട് വർണ്ണിച്ചാൽ കഴിയില്ല. അതുപോലെ മനോഹരമായിട്ടുള്ള വൈകുണ്ഠം. എത്രയോ തോട്ടങ്ങളുണ്ട്, വണ്ടുകളുണ്ട്, പുഷ്പങ്ങളുണ്ട്, താമരയുണ്ട്, അതിനുള്ള കുളങ്ങളുണ്ട്. അത്ഭുതകരമായിട്ടുള്ള അനവധി വിശാലമായ വലിയൊരു ലോകമാണ് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥലമോ കൊട്ടാരമോ വീടോ അല്ല, വൈകുണ്ഠ ലോകമാണ്. ആ ലോകത്തെ കാണിച്ചെടുത്തു. കണ്ടപ്പോഴോ നിരീക്ഷ്യ വിഷ്ണോ പരമം പദം
ഇവിടെ തന്നെയാണ് എത്തേണ്ടത്. ഒരു മനുഷ്യജീവൻ ഇവിടെയാണ് എത്തി അവസാനിക്കുന്നത്, അല്ലെങ്കിൽ അവസാനിക്കേണ്ടത്. അതോടെ അവൻ്റെ ദുഃഖങ്ങൾ തീർന്നു. അതുവരെ ക്ലേശിച്ചുകൊണ്ടിരിക്കും. ദാ പരമസ്ഥാനം, പ്രാപ്യസ്ഥാനമായിരിക്കുന്ന വൈകുണ്ഠം കൃഷ്ണ അത്ഭുതകരമായിരിക്കുന്നു എന്നവർ ചിന്തിച്ചു. എത്ര വേഗം ഞങ്ങൾക്കിത് കാണിച്ചു തന്നത് എന്ന് വൈകുണ്ഠ ദർശനം പറഞ്ഞുകൊണ്ട് ബാക്കി 2 ശ്ലോകം കൊണ്ടാണ് ദശകം അവസാനിപ്പിക്കുന്നത്. ശുഭദിന ആശംസകളോടുകൂടി നിർത്തുന്നു. നമസ്കാരം.